സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന ഒരു വിവാദ പ്രസ്താവനയുമായി ഒരു മുജാഹിദ് നേതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വളരെ വിചിത്രമാണ് അദ്ദേഹത്തിൻ്റെ വാദവും നിരീക്ഷണവുമെല്ലാം. കേരളത്തിൽ ആശയപരമായ അഭിപ്രായ വ്യത്യാസം സംഘടനകൾ തമ്മിൽ തുടരുമ്പോഴും വിശ്വാസിയെ അവിശ്വാസിയാക്കുന്ന പ്രവണത നമുക്ക് കണ്ടു പരിചയമുള്ള ഒന്നല്ല. എന്താണ് സുന്നിസം എന്നും സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്നൊന്നും ഇവിടെ പുതുതായി പ്രതിപാദിക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെയാണ് സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണെന്നും ഇമാമുമാർ സ്വാമിമാരാണെന്നും അത്തരം ഇമാമുമാരെ തുടർന്ന് നിസ്കരിക്കൽ അസ്വീകാര്യമാണെന്നുമൊക്കെ സുന്നികൾ മുസ്ലിങ്ങളെ അല്ലെന്നുമൊക്കെയുള്ള മുജാഹിദ് വിഭാഗം പ്രമുഖ പ്രഭാഷകനായിട്ടുള്ള ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. വഹാബികൾ ഗാഫറാക്കുന്നത് മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ് ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും, ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. ചുഴലിയുടെ പ്രസ്താവന ആത്മാർത്ഥതയോടെയാണെങ്കിൽ മുജാഹിദ് വിഭാഗം സുന്നികളോട് ഒരുപാട് വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. അതിനു മുൻപ് ഈ അഭിപ്രായം മുജാഹിദ് നേതാക്കൾക്കുണ്ടോ എന്ന് അവർ തന്നെ നയം വ്യക്തമാക്കേണ്ടതാണ്. ചുഴലിയുടെ നിലപാട് അംഗീകരിക്കുന്നില്ലെങ്കിൽ മുജാഹിദ് നേതൃത്വം പരസ്യമായി തിരുത്തുകയും ക്ഷമാപണം നടത്തുകയും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും വേണം. ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുന്നി യുവജന സംഘം നേതാക്കളായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേലിയും വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂരുമെല്ലാം. ഇതിനു മുൻപ് സുന്നി യുവജന സംഘത്തിൻ്റെ അധ്യക്ഷൻ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ മരണശയ്യയിൽ കിടക്കുമ്പോൾ മുസ്ലിമാകണമെന്ന് പറഞ്ഞ് കത്തയച്ച മുജാഹിദ് സംസ്ഥാന പ്രസിഡന്റ് കെ ഉമർ മൗലവിയുടെ നിലപാട് ഇതുവരെ നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട, വായിക്കേണ്ട, അറിയേണ്ട ഒന്നാണ്. ഏവരാലും ആദരിക്കപ്പെട്ടിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രിക്കുന്നത് ഒളി ക്യാമറയിലൂടെ വീഡിയോ ചിത്രീകരിച്ച് കേരളത്തിലെ ബഹുദൈവ വിശ്വാസികളുടെ തലവൻ എന്ന് അറബി ഭാഷയിൽ പ്രമുഖ അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചതും ഇതേ മുജാഹിദ് നേതാക്കളായിരുന്നു. ലോകത്ത് എക്കാലത്തും മഹാഭൂരിപക്ഷം സുന്നികളായിരുന്നു വാണിരുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് മുജാഹിദ് നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സുന്നിയായ പിതാവിൻ്റെ അനന്തരാവകാശം മുജാഹിദായ മകന് അർഹതയില്ലാത്തതിനാൽ ഇതിനകം മരണപ്പെട്ട സുന്നികളായ പിതാക്കന്മാരുടെ അനന്തരാവകാശം സ്വീകരിച്ച മുജാഹിദുകൾ അവ തിരിച്ചു കൊടുക്കുമോ എന്നതാണ്. രണ്ട്, മുസ്ലിം സംഘടനകളുടെ യോഗത്തിലേക്ക് സുന്നികളെ വിളിക്കുമ്പോൾ അവർ മുസ്ലിങ്ങളല്ലാത്തതിനാൽ അവരെ മാറ്റി നിർത്തണമെന്ന് ഇനി മുതൽ മുജാഹിദ് നേതൃത്വം ആവശ്യപ്പെടുമോ എന്നതാണ്. മൂന്ന്, സൗഹൃദ ഇഫ്താർ വേദികളിൽ നടക്കുന്ന നിസ്കാരത്തിലെല്ലാം ഇമാം നിൽക്കുന്ന സുന്നി നേതാക്കന്മാരെ ഇതിനകം തുടർന്ന് നിസ്കരിച്ച മുജാഹിദ് നേതാക്കൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുമോ എന്നതാണ്. നാലാമത്തത്, സുന്നികൾ അറവ് നടത്തിയ മൃഗത്തിൻ്റെ മാംസം കഴിക്കൽ അനുവദനീയമല്ലാത്തതിനാൽ മുജാഹിദുകൾ കേരളത്തിലുടനീളം പ്രത്യേകം അറവുശാലകൾ സ്ഥാപിക്കുമോ എന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മുജാഹിദ് നേതാക്കളോട് സുന്നി യുവജന സംഘം ചോദിക്കുമ്പോൾ ഇതിനൊന്നും ഉത്തരം ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇവിഷയങ്ങളിൽ ഇടപെട്ടാൽ കൈ പൊള്ളും എന്നതിനാൽ പോയ കാലങ്ങളിൽ തുടർന്നു വന്ന അരിയത്ര പയറഞ്ഞായി സിദ്ധാന്തം തന്നെയേ ഇത്തവണയും കാണാൻ സാധിക്കുകയുള്ളൂ. ചുഴലിയെ പിന്തുണച്ചാൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ മുജാഹിദ് വിഭാഗം വിയർക്കുക തന്നെ ചെയ്യും എന്നത് അവർക്ക് തന്നെ മറ്റാരേക്കാളും നന്നായിട്ട് അറിയാം. ആശയപരമായ ചർച്ചകളിൽ തീവ്രത കലർത്തുക എന്നത് എല്ലാ കാലത്തും മുജാഹിദ് നേതൃത്വം തുടർന്നു വന്ന സമീപനമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആടുമേക്കൽ പോലുള്ള വിവാദ പരാമർശങ്ങളും ISIS പോലുള്ള റിക്രൂട്ട്മെൻറ്റുകളിൽ ആകൃഷ്ടരായവരുമെല്ലാം മുജാഹിദ് സംഘടനകളുമായി ബന്ധപ്പെട്ടവരായിരുന്നു എന്നത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിന് കാരണം ഇത്തരം തീവ്രമായ ചിന്താഗതി യോഗങ്ങളിലും പ്രഭാഷണങ്ങളിലും ചർച്ചകളിലും സംസാരങ്ങളിലും തങ്ങൾക്ക് മുൻപിലുള്ള സമൂഹത്തോട് സംവദിക്കുന്ന ഇത്തരം മുജാഹിദ് നേതാക്കൾ തന്നെയാണ്. ഇതിനു മുൻപും ഇതേ ചുഴലി ധാരാളം വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്.
ഇസ്രയേലിനോട് നേർക്കുനേർ പോരാടുന്ന ഫലസ്തീനിലെ പോരാളികളെ അങ്ങേയറ്റം അധിക്ഷേപത്തോടും അവരുടെ പോരാട്ടത്തെ വില കുറച്ച് കാണുന്ന തരത്തിലുമുള്ളതായിരുന്നു അദ്ദേഹം ഇതിനിടയിൽ നടത്തിയ 2023 ഏറ്റവും അവസാനം നടത്തിയത് എന്ന് തോന്നുന്ന ഒരു പരാമർശം. ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു വീണാലും ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ഖുദ്സിൻ്റെ മിഹ്റാബ് ഷിയാക്കളുടെയും ഇറാൻ്റെയും ഹമാസിൻ്റെയും കയ്യിൽ വന്നുകൂടാ എന്നായിരുന്നു ചുഴലിയുടെ വിവാദ പരാമർശം. നമ്മളൊക്കെ ഖുദ്സിൻ്റെ വിമോചനം ഉണ്ടാകുമെന്നും അത് ഇറാൻ്റെ കയ്യിലേക്ക് പോകും എന്നൊന്നും എവിടെയും കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. അത് അതിൻ്റെ രീതിയിൽ തന്നെ കൃത്യമായി നടക്കുമെന്നാണ്. എന്നാൽ ചുഴലിയുടെ ഇത്തരം നിരീക്ഷണം ഈ രീതിയിലാണ്. ഇവിടെ ചുഴലിയുടെ നിലപാട് തള്ളി അബ്ദുള്ളക്കോയ മദനി തന്നെ നേരത്തെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നേരത്തെ KNM ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് സ്വലാഹിയും ഹമാസിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നത് കാണാം. ഫലസ്തീൻ വിഷയത്തിൽ ലോക സമൂഹം ഒന്നാകെ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇസ്രയേലിനെ പിന്തുണക്കും വിധം സംഘടനാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾക്കെതിരെ പ്രവർത്തകർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉയർത്തിയിരുന്നതും നമുക്കിവിടെ കാണാം. മജീദ് സ്വലാഹിയുടെയും അതോടൊപ്പം തന്നെ ചുഴലിയുടെയും ഒക്കെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ മുജാഹിദ് നേതാക്കൾ എല്ലാ കാലത്തും പൊതുസമ്മതരാവാനും പൊതു സ്വീകാര്യത ലഭിക്കാനും സ്വന്തം അസ്തിത്വത്തെ തന്നെ പണയപ്പെടുത്തുകയും സ്വന്തം അസ്തിത്വത്തിൽ നിലനിൽക്കാതെ മറ്റുള്ളവരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയും എഴുത്തുകൾ നടത്തുകയും ചില തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതുമൊക്കെ നമുക്ക് എല്ലായ്പ്പോഴും കാണാവുന്നതാണ്. ശരി, ഇസ്ലാമികപരമായ വിശ്വാസപരമായ വിഷയങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾ തങ്ങളെ നോക്കിക്കാണുന്നത് ചെറുതായി കാണുമോ എന്ന ഒരു അപകർഷതാബോധത്തിൽ നിന്ന് പല ഹദീസുകളെയും വെട്ടിമുറിച്ചതും സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നതും പല ഹദീസുകളെയും ആഖ്യാനങ്ങളെയും പലതരത്തിലേക്ക് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അവ എഴുതി തള്ളുന്ന പ്രവണതകൾ പോലും ഈ മുജാഹിദ് നേതൃത്വത്തിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇവർ സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലാകും. ഇത്തരത്തിൽ കേവല ബുദ്ധിയോടുകൂടി മാത്രം വിഷയങ്ങളെ സമീപിക്കുന്ന ചില നേതാക്കൾ ആ പ്രസ്ഥാനത്തിനുണ്ട് എന്നതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ലോക സമൂഹം അംഗീകരിക്കുന്നതും കാലങ്ങളായി നടന്നു വരുന്നതുമായ വിശ്വാസ ആചാരം തുടർന്നു വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാം മതവിശ്വാസി സമൂഹത്തെ അവിശ്വാസികളെന്ന് വിളിക്കുന്നത് ഒന്നുകിൽ ശുദ്ധ വിവരക്കേടാണ്, അതല്ലെങ്കിൽ തികഞ്ഞ അന്ധതയാണ്, അതുമല്ലെങ്കിൽ വ്യക്തമായ പദ്ധതിയോടുകൂടി നടപ്പിലാക്കുന്ന ഹിഡൻ അജണ്ട എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായാലും ചുഴലിയെ തള്ളിപ്പറയാൻ മുജാഹിദ് നേതൃത്വം താല്പര്യവും ധൈര്യവും കാണിക്കുന്നില്ലെങ്കിൽ SYS നേതാക്കളുടെ ചോദ്യത്തിന് മറുപടി നൽകാനുള്ള മാന്യതയെങ്കിലും മുജാഹിദ് നേതൃത്വം കാണിക്കണം എന്നാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.